കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചു. അതിൽ വിതയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഒരു വിത്തിന് ജീവനുള്ളതുപോലെ ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. അടുത്തത്, ഈ വിതയ്ക്കുന്ന ആ ഒരു ആശയത്തെ അല്ലെങ്കിൽ വചനം കേൾക്കുന്നു എന്നുള്ളതായ ആ ചിന്തയിൽ 4 വിധത്തിലുള്ള കേൾവിക്കാരെക്കുറിച്ചാണ് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. 4 അവസ്ഥകളെക്കുറിച്ച് പറയുന്നു. ആ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ അവസ്ഥ വഴിയരികെ വീണ വിത്ത്, രണ്ടാമത്തെ അവസ്ഥ പാറമേൽ വീണതായി വിത്ത്, മൂന്നാമത്തെ അവസ്ഥ മുള്ളിൻ്റെ ഇടയിൽ വീണതായി വിത്ത്, നാലാമത്തെ അവസ്ഥ നല്ല നിലത്ത് വീണ വിത്ത്. വാസ്തവത്തിൽ ഈ 4 അവസ്ഥകളും 4 വിധത്തിലുള്ള കേൾവിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരാകേണ്ടത്, നാം വഴി സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ പാടില്ല. നാം പാറയുടെ ആ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ പാടില്ല. നാം മുള്ളിൻ്റെ ആ അവസ്ഥയിലൂടെ കടന്നു പോകാൻ പാടില്ല. മറിച്ച് നമ്മൾ നല്ല നിലമാകണമെന്നുള്ളതാണ് ആ ഉപമയുടെ സന്ദേശം. ഇന്ന് നമ്മൾ വഴിയരികെ വീണ വിത്തിനെക്കുറിച്ചാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പലസ്തീൻ നാട്ടിൽ വിതയ്ക്കുമ്പോൾ പല വിധത്തിൽ അവർ വിത നടത്തുമായിരുന്നു. ചിലർ കൊട്ടയ്ക്കകത്ത് വിത്തുകൾ കൂട്ടിവെച്ചിട്ട് വാരി വിതറുന്നതായ രീതികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലർ വലിയ ചാക്കിനകത്ത് വിത്ത് ശേഖരിച്ചിട്ട് ചാക്കിൻ്റെ അടിയിൽ ഒരു ദ്വാരമിട്ടിട്ട് കഴുതയുടെയോ മറ്റേതെങ്കിലും വാഹന മൃഗത്തിൻ്റെയോ മുകളിൽ ഇത് വെച്ച് കെട്ടിയിട്ട് അതിനെ ഈ വയലിലൂടെ കൊണ്ടുപോകുമ്പോൾ വിത്ത് കുറച്ചായിട്ട് വയലിൽ വീണ് വിതയ്ക്കുന്നതായ പതിവുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വിതയ്ക്കുമ്പോൾ എല്ലാം തന്നെ ഉദ്ദിഷ്ട സ്ഥാനത്ത് വീഴുകയില്ല. മറിച്ച് ചിലതൊക്കെ ചെതറിത്തെറിച്ച് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും. അപ്രകാരമുള്ള ഒരവസ്ഥയിൽ വഴിയരികെ വീണ വിത്തിനെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. വഴിയുടെ പ്രത്യേകത നമുക്കറിയാം. ആർക്കും യഥേഷ്ടം കടന്നു പോകാൻ കഴിയുന്നതാണ് വഴി എന്ന് പറയുന്നത്. പക്ഷേ ഒരുക്കപ്പെട്ട നിലം എന്ന് പറയുമ്പോൾ ഒരാൾ പോലും ആ ഒരുക്കപ്പെട്ട നിലത്തൂടെ നടക്കുകയില്ല. അത് വളരെയധികം നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. അത് വളരെ സുഗമമാണ്, കാണാൻ നല്ല വൃത്തിയാണ്. പക്ഷേ അതിലൂടെ ആരും നടക്കത്തില്ല. കാരണം അത് കൃഷിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതുകൊണ്ട്. ഈ വഴി എന്ന് പറയുന്നത് ഒരിക്കലും ഒരുക്കപ്പെട്ട അനുഭവമല്ല. ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരുക്കപ്പെട്ട അനുഭവങ്ങളാണ്. ബെഥാനിയിലെ മാർത്തയുടെ മറിയയുടെ ഭവനത്തിൽ യേശു ചെന്നപ്പോൾ ഒരുക്കപ്പെട്ട നിലയിൽ മറിയ യേശുവിൻ്റെ മുമ്പാകെ ആയിരുന്നു. ഒരുക്കപ്പെട്ട നിലയിൽ അവൾ വചനം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ മാർത്തയോ ഒരുക്കപ്പെട്ടവൾ അല്ലായിരുന്നു. അവൾ പലതിനെക്കുറിച്ച് വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നും അനേകർ അങ്ങനെയാണ്. അവർ പേരിൽ ക്രിസ്ത്യാനികളായിരിക്കാം, അവർ ബൈബിൾ ഓരോ ദിവസവും വായിക്കുമായിരിക്കാം, അവർ ഓരോ ദിവസവും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ പല വിഷയങ്ങളെ ചൊല്ലി അവർ വിചാരപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം അവർ ഒരുക്കപ്പെട്ട അവസ്ഥയിലല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ടേ? വിചാരപ്പെടേണ്ടെന്ന കർത്താവ് പറയുന്നത്. മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വേണ്ടാത്ത വിചാരങ്ങളോ മറ്റൊന്നും നമ്മളെ അലട്ടുന്ന യാതൊരു വിധമായ ഉത്കണ്ഠകളോ ഉണ്ടാവുകയില്ല. മറിയയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ഇല്ലെന്നുള്ളതല്ല നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മറിച്ച് കർത്താവ് യേശുക്രിസ്തു അവിടെ വരുമ്പോൾ അവൾ അവളുടെ ഹൃദയത്തെ ഒരുക്കിയെടുത്ത് യേശുവിന് മുമ്പാകെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ യേശു പറയുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അവളോട് അത് അപഹരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവൾ കേട്ട ആ ദൈവവചന നിമിത്തമുള്ള അനുഗ്രഹം അവൾക്കുണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വഴിയരികെ വീഴുന്ന വിത്തെന്ന് പറയുന്നത് ഒരുക്കപ്പെടാതെ വചനം സ്വീകരിക്കുന്ന ആളുകളെക്കുറിച്ച്. അവർ വചനം സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ഒരുക്കപ്പെടാത്ത നിമിത്തം പിശാച് കടന്നു വന്ന് ആ വിത്തുകളെ ഒരു പക്ഷിയെപ്പോലെ പൊത്തിയെടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് നമുക്ക് ഓർക്കാൻ കഴിയത്തില്ല. ചില ആളുകളോട് ഏതെങ്കിലും സുവിശേഷ യോഗത്തിനോ മറ്റ് മീറ്റിങ്ങുകൾക്കോ കടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? അപ്പോൾ അവർ പറയും, ഒന്ന് കേൾക്കേണ്ടതായിരുന്നു, എന്തോ ഒരു നല്ലൊരു പ്രസംഗമായിരുന്നു.
പക്ഷേ എന്താ പ്രസംഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അത് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നല്ലതായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം ഹൃദയത്തിൽ വചനം പ്രവേശിച്ചില്ല. അവർ വഴിയുടെ സമാനമായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതം എപ്പോഴും ഒരുക്കപ്പെട്ടിരിക്കണം. ദൈവത്തിൻ്റെ വചനം റിസീവ് ചെയ്യുവാൻ, കേൾക്കുവാനുള്ള ആ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ പിശാച് നമ്മൾ കേട്ട വചനത്തെ നമ്മളിൽ നിന്നും എടുത്തു കളയത്തില്ല. എപ്പോഴും ദൈവവചനത്തിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വചനം മറന്നു പോകാതെ ആ വചനത്തിനനുസരിച്ച് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും. നാം കേട്ടതായ വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും. അതിനുവേണ്ടി നമുക്ക് ഇന്ന് സമർപ്പിക്കാൻ കഴിയട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചന നിമിത്തമുള്ള ദൈവിക അനുഗ്രഹവും ദൈവിക വിടുതലും അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. കർത്താവേ, വഴി സമാനമായ അനുഭവങ്ങളിൽ നിന്നും ഒരുക്കപ്പെട്ട നിലം എന്നുള്ള അവസ്ഥയിലേക്ക് അങ്ങയുടെ മക്കൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you all. Thank you for watching Morning Dew. Kindly tuned up for next day messages.